ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി. അപ്പോൾ നാളെയാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്. അങ്ങനെ കാത്തിരുന്ന് ലണ്ടൻ ട്രിപ്പ് പോവാണ്. ഇംഗ്ലണ്ടിൽ UK വന്നിട്ട് ആക്ച്വലി 2 വർഷത്തിലധികമായി. പക്ഷേ ഇപ്പോഴാണ് ലണ്ടൻ വരെ പോകാൻ വേണ്ടിയിട്ടൊരു ചാൻസ് ഒത്തു വന്നത്. യൂഷ്വലി ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും സ്റ്റുഡൻ്റായിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് പോകുന്നത് ലണ്ടൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞങ്ങൾ ഇതുവരെ ലണ്ടനിൽ പോയിട്ടില്ല. അങ്ങനെ ഫൈനലി ഞങ്ങൾ നാളെ ലണ്ടൻ ട്രിപ്പ് പോവാണ്. അപ്പോൾ അതൊരു 2 days ട്രിപ്പാണ്. ഫസ്റ്റ് ഡേ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഫസ്റ്റ് ഡേ ജസ്റ്റ് ഞങ്ങൾ ഇവിടുന്ന് അതായത് നാളെ 12 o'clock ട്രെയിന്. അപ്പം 12 ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ഒരു 3 o'clock ആകുമ്പോൾ അവിടെ എത്തും. 3 hours ട്രെയിൻ ജേർണിയാണുള്ളത്. പിന്നെ അവിടെ ഒരു Airbnb നമ്മൾ അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ട് പിന്നെ അന്നത്തെ ദിവസം ആക്ച്വലി അതായത് നാളെ നൈറ്റ് പറ്റുവാണെങ്കിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ Airbnb വെക്കേറ്റ് ചെയ്ത് പിന്നെ നേരിട്ട് ലണ്ടൻ എല്ലാ സ്ഥലങ്ങളും ഒന്ന് പറ്റുന്നത്രയും സ്ഥലങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഈ ട്രിപ്പിൻ്റെ ഒരു ഉദ്ദേശം. അപ്പം ഇതൊക്കെയാണ് പ്ലാന്. അപ്പം നാളെ നമ്മൾ മിക്കവാറും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കഴിക്കാതെ ആയിരിക്കും പോവുക. കാരണം 12 o'clock ട്രെയിൻ. അപ്പോൾ ഒരു 11 ആകുമ്പോഴെങ്കിലും ഇവിടുന്ന് ഇറങ്ങണം. കുറച്ച് നേരത്തെ പോയി അവിടെ ഇരുന്നാലും ട്രെയിൻ മിസ്സാവരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നാളത്തെ എൻ്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് ലഞ്ച് കഴിക്കാൻ പുറത്തൊന്നും പോകൽ ഒരു ഇതുണ്ടാവില്ല. കാരണം Airbnb അവിടെ എത്തിയിട്ടൊന്ന് സെറ്റ് ആവുക, ഒന്ന് റെസ്റ്റ് എടുക്കുക എന്നുള്ളതായിരിക്കും ഫസ്റ്റ് തിങ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എത്തുന്ന ഉടനെ പിന്നെ നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് എടുത്തിരിക്കുന്ന കാരണം അവിടെ നമുക്ക് ഈ മൈക്രോവേവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം വിചാരിച്ചത് നമ്മൾ കുറച്ച് ചിക്കനൊക്കെ എടുത്തിട്ട് ഒന്ന് എയർ ഫ്രൈ ചെയ്ത് കൊണ്ടുപോകാം. അതിൻ്റെ കൂടെ നാൻ ഒക്കെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് നാളത്തെ ലഞ്ച് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ചൂടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതെടുത്തിട്ട് കയ്യിലെടുത്തിട്ട് പോകാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ചിക്കൻ ജസ്റ്റ് ഞാനൊന്ന് മാരിനേറ്റൊക്കെ ചെയ്ത് വെക്കുകയാണ് ഇന്ന് നൈറ്റ്. പിന്നെ നാളെ മോർണിംഗ് എടുത്തിട്ട് അതൊന്ന് എയർ ഫ്രൈ ചെയ്താൽ മതിയല്ലോ. പിന്നെ അത് എടുത്തിട്ട് കൊണ്ടുപോകാം. അതൊക്കെയാണ് ഇപ്പോൾ തൽക്കാലത്തേക്കുള്ള പ്ലാൻ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ ആ ചിക്കൻ മാരിനേഷനൊക്കെ ഒന്ന് ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ഓക്കെ. അപ്പം once again welcome to my channel. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊരു സിമ്പിൾ ചെറിയ ട്രിപ്പ് ആയതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും എടുക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ഇന്നലെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതെല്ലാം പിന്നെ എയർ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം ഒരു സിപ്പ് ലോക്ക് കവറിലാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. നമ്മളധികം പാത്രങ്ങളൊന്നും എടുക്കുന്നില്ല. കാരണം അതൊക്കെ നമ്മളിങ്ങനെ പിന്നെ സൈറ്റ് സീയിന് പോകുമ്പോൾ നമുക്ക് ഇതെല്ലാം ചുമന്നോടെ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏറ്റവും മിനിമൽ ലഗേജ് എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ സിപ്പ് ലോക്കിലാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ ഫുഡെല്ലാം ഇതുപോലെ സിപ്പ് ലോക്കിലാക്കി എടുത്തിട്ടുണ്ട്. ലെസ് ലഗേജ് മോർ കംഫർട്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ യാത്ര തുടങ്ങി. ഇന്നത്തെ ഒരു യാത്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഞാനൊരു കോച്ചിലും ബാക്കി അവർ 3 പേരും വേറെ സെപ്പറേറ്റ് കോച്ചിലുമാണ്. അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ടിക്കറ്റ് ഫസ്റ്റ് ബുക്ക് ചെയ്തതായിരുന്നു. എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിന് വേണ്ടി ബുക്ക് ചെയ്തതാണ്. പിന്നെ ഇൻ്റർവ്യൂ ഡേറ്റ് മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ ടിക്കറ്റ് ക്യാൻസൽ ആവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് ഈ ലണ്ടൻ ട്രിപ്പ്. അങ്ങനെ അവർക്ക് സെപ്പറേറ്റ് ആണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അതാണ് സംഭവിക്കാൻ കാരണം. അങ്ങനെ സെൻറ്റ് പാൻക്രാസിലെത്തി അവിടുന്ന് നേരെ ട്യൂബ് പിടിച്ച് നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്ത Airbnb അക്കോമഡേഷൻ. പാഡിങ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. സെൻട്രൽ ലണ്ടൻ തന്നെയാണ്. ജസ്റ്റ് നമ്മുടെ സെൻറ്റ് പാൻക്രാസിൽ നിന്ന് ട്യൂബ് പിടിച്ച് ഒരു 20 to 25 minutes ഉള്ളൂ. ഒരു 4 ഗസ്റ്റിന് പറ്റിയ അപ്പാർട്ട്മെൻറ്റാണ്. ആൻഡ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയതുകൊണ്ട് നമുക്കൊരു ഹോംലി ഫീലിംഗ് ആയിരുന്നു. ഒരു അപ്പാർട്ട്മെൻറ്റാണെന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. ആൻഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, ഡ്രയർ, അവൻ, കെറ്റിൽ, അങ്ങനെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പ്ലേറ്റ്സ്, കപ്സ്, യുട്ടൻസിൽസ്, എന്തിനു വേണ്ടി ചായപ്പൊടി, കാപ്പിപ്പൊടി, രാവിലെ കഴിക്കാൻ കോൺഫ്ലേക്സ്, ഷുഗർ, അങ്ങനെയുള്ള എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു.
പിന്നെന്തായിരുന്നു എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹോസ്റ്റും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹോസ്റ്റായിരുന്നു. നമുക്ക് എപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും അവർ വളരെ നന്നായിട്ട് തിരിച്ച് നമുക്ക് അതിനുള്ള റെസ്പോൺസ് പെട്ടെന്ന് തന്നെ തരുമായിരുന്നു. സോ ഇറ്റ് ഓൾ ഇൻ ഓൾ ഞങ്ങളുടെ സ്റ്റേ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിളായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടു. സോ ദാറ്റ്സ് ഇറ്റ് അവർ സ്റ്റേ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നതും. അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ ഹോസ്റ്റ് ഒരുപാട് എപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ തന്നെ അതിന് ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബുക്സ്, ഇപ്പോൾ ലണ്ടൻ തന്നെ നമുക്ക് ചുറ്റി കാണാൻ പറ്റിയ ഇൻഫർമേഷൻസ് അടങ്ങിയ ഒട്ടനവധി ബുക്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കിതൊന്നും വായിക്കാനുള്ള ടൈമില്ലല്ലോ, നമുക്ക് മാക്സിമം ചുറ്റിക്കറങ്ങി കാണാമെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ലിവിങ് റൂമിലുള്ള ഈ വലിയ മിറർ എനിക്ക് നന്നായിട്ട് അങ്ങ് ബോധിച്ചു. ഇതാണ് മറ്റൊരു ബെഡ്റൂം. ഇവിടെ 2 ഗസ്റ്റ് ആൻഡ് ലിവിങ് സ്പേസിൽ 2 ഗസ്റ്റിന് കിടക്കാൻ പറ്റിയ ഒരു ഡബിൾ ബെഡ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയായിരുന്നു ബെഡ് സ്പേസ് കേട്ടോ. അവിടെ ഒരു അല്പസമയം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും ട്യൂബിൽ കയറി ഇനി നേരെ ടവർ ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് നമുക്ക് ടവർ ബ്രിഡ്ജുമായിട്ട് ഏരിയ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. സോ ഫസ്റ്റ് ഡേ ടവർ ബ്രിഡ്ജ്. ലണ്ടൻ ബ്രിഡ്ജിന് സമീപത്തായിട്ട് കാണുന്ന ഈ വലിയ സ്തൂപത്തിന് പറയുന്ന പേരാണ് ദ മോണ്യുമെൻറ്റ്. ഈ മോണ്യുമെൻറ്റ് പണിതിരിക്കുന്നത് 1666 ലണ്ടനിലുണ്ടായ വലിയൊരു അഗ്നിബാധ ഉണ്ടായിരുന്നു, ദ ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് പണിതിരിക്കുന്നതാണ്. അന്നത്തെ ഫയറിൽ ഒരു ബേക്കറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ആ ഫയറിൽ ഏകദേശം 80%-ലധികം ലണ്ടൻ സിറ്റി നശിച്ചു പോയിരുന്നു. പിന്നീടത് റീബിൽഡ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ളതാണ് ദ മോണ്യുമെൻറ്റ്. ആൻഡ് ആ മോണ്യുമെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നടക്കുമ്പോൾ പിന്നെ കാണുന്ന ഈ ഒരു ബ്രിഡ്ജാണ് ലണ്ടൻ ബ്രിഡ്ജ്. ഈ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ പേര് പലരും തെറ്റിദ്ധരിച്ചിട്ട് ടവർ ബ്രിഡ്ജിനെയാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് വിളിക്കാറ്. പക്ഷേ ആ കാണുന്നതാണ് ടവർ ബ്രിഡ്ജ്. ഇപ്പം നമ്മൾ നിൽക്കുന്നതാണ് ലണ്ടൻ ബ്രിഡ്ജ്. ഈ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ചരിത്രം നോക്കണമെങ്കിൽ AD 43 പോകേണ്ടി വരും. കാരണം റോമൻസ് ഫസ്റ്റ് ഇവിടെ ഒരു ട്രേഡിംഗ് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തേംസ് നദിക്ക് കുറുകെ അവർ പണിതതാണ് ഒരു ബ്രിഡ്ജ് പണിതിരുന്നു. ആ ബ്രിഡ്ജിൻ്റെ അതേ സ്ഥാനത്താണ് ഇപ്പോഴത്തെ നമ്മുടെ മോഡേൺ ലണ്ടൻ ബ്രിഡ്ജ് ഇരിക്കുന്നത്. അപ്പം അന്ന് അവരൊരു പ്രീ സെറ്റിൽമെൻറ്റ് സ്ഥാപിക്കുകയും അതിനാണ് ലണ്ടീനിയം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു മോഡേൺ ലണ്ടൻ ആയിരുന്നു അവരുടെ റോമൻസ് വന്ന് സ്ഥാപിച്ച ആ ട്രേഡിംഗ് സെറ്റിൽമെൻ്റ് ആയിട്ടുള്ള ലണ്ടീനിയ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. പിന്നീട് ആ പാലത്തിന് പല രൂപമാറ്റങ്ങൾ സംഭവിച്ചു. ഇപ്പം മോഡേൺ ലണ്ടനൊക്കെ ഫോം ചെയ്തു. അതിൻ്റെ ഇടയിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ ആ റോമൻസ് പണിത ആ പാലത്തിൻ്റെ അതേ സ്ഥാനത്താണ് ഇപ്പോഴത്തെ നമ്മുടെ മോഡേൺ ലണ്ടൻ ബ്രിഡ്ജ് ഇരിക്കുന്നത്. ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് ക്വീൻസ് വാക്ക് എന്ന് പറഞ്ഞാൽ ആ വാക്കിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ടവർ ബ്രിഡ്ജിലെത്താം. അപ്പം വളരെ ബ്യൂട്ടിഫുള്ളാണ് ആ ഒരു ഭാഗം, ആ സൈറ്റൊക്കെ പറയാനെങ്കിൽ. കാരണം ഹ്യൂജ് ആയിട്ടുള്ള തേംസ് നദി, ആ നദിയിൽ കൂടെ ഒഴുകുന്ന ഒരുപാട് ബോട്ടുകൾ, ഷിപ്പ്, അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളും വളരെ മനോഹരമാണ് ലണ്ടൻ ബ്രിഡ്ജിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. ബട്ട് വളരെ ക്രൗഡഡ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഈ ലണ്ടൻ ടവർ ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്നത്. ആ പോകുന്ന വഴിക്ക് കാണുന്നതാണ് ഈ ഒരു സ്പേസ്. ഇതാണ് ഹെയ്സ് ഗാലറിയ. ഇത് ആക്ച്വലി മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസ് ആണ്. ഇവിടെ ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ്, ഓഫീസസ് അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇത് ആക്ച്വലി ഇനീഷ്യലി പണ്ട് വെയർ ഹൗസ് ആൻഡ് വാഫായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന, കാരണം ഈ ചരക്ക് ഇറക്കുന്നതിനും കയറ്റുന്നതിനും ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് വീണ്ടും നമ്മൾ നടന്നു ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്തുന്തോറും നമുക്കിങ്ങനെ ഭയങ്കര ഹാപ്പിനെസ്സാണ്. സോറി, ഞാനും തെറ്റിച്ച് പറഞ്ഞു കേട്ടോ, ലണ്ടൻ ബ്രിഡ്ജ് അല്ല, ടവർ ബ്രിഡ്ജ്. ടവർ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്തുന്തോറും നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ ഇതൊക്കെ പണ്ട് മുതലേ നമ്മൾ ലണ്ടൻ എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ തെളിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ടവർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്തെത്തുക, നമ്മൾ നേരിട്ട് അവിടെ എത്തുന്നു, അതൊക്കെ കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. സോ അതിൽ ദൈവത്തിന് നന്ദി, അത്രേ എനിക്ക് പറയാനുള്ളൂ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നതിൽ. സോ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളത് ഫുള്ള് കണ്ടു തീർത്തത്. ആൻഡ് അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഫുള്ളത് എൻജോയ് ചെയ്യുക, ഫോട്ടോസ് എടുക്കുക, ഇതൊക്കെ തന്നെ, നമുക്ക് വേറെ എന്ത്. ടവർ ബ്രിഡ്ജിൻ്റെ ഒരു വശത്തായിട്ട് ദേ ആ കാണുന്ന കാസിലാണ് ദ ടവർ ഓഫ് ലണ്ടൻ.
1070 വില്യം ദ കോൺക്വററാണ് ഈ ടവർ ഓഫ് ലണ്ടൻ ബിൽറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. ഏകദേശം 20 ഇയേഴ്സ് എടുത്തു ഇത് പണിയാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ആ ഒരു രാജവാഴ്ചയുടെ കാലത്ത് അവരുടെ റൈവൽസിനെയൊക്കെ പ്രിസണേഴ്സായിട്ട് പാർപ്പിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അവരുടെ ഏറ്റവും വലിയ പൊസഷൻസും ജുവൽസും ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും ആംസ് ഉണ്ടാക്കാനും സൂക്ഷിക്കാനും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ടാണ് ഈ ഒരു ടവർ അല്ലെങ്കിൽ കാസിൽ അവർ ഉപയോഗിച്ചിരുന്നതെന്നാണ് ചരിത്രം പറയുന്നത്. ഈ ടവർ ഓഫ് ലണ്ടൻ്റെ മറ്റൊരു പേരാണ് ദ വൈറ്റ് ടവർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലണ്ടൻ ഡയറീസിലെ ഡേ 1 വിശേഷങ്ങൾ. അവിടുന്ന് ഞങ്ങൾ തിരിച്ച് അക്കോമഡേഷനിലേക്ക് വന്നു. വരുന്ന വഴി വിശന്ന കാരണം ഞങ്ങൾ ഷവർമ്മ വാങ്ങിയായിരുന്നു ഒരു കടയിൽ കയറിയിട്ട്. ബട്ട് സത്യം പറയാലോ, ഇതുവരെ കഴിച്ചതിൽ വെച്ച് ഏറ്റവും മോശം ഷവർമ്മയായിരുന്നു അത്. പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു, അത് കാരണം അത് നന്നായിട്ട് കഴിച്ചു. പിന്നെന്താ, ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഡേ 1 ലണ്ടൻ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ കണ്ട കാഴ്ചകളും എക്സ്പീരിയൻസും ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്, ഷെയർ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗുമായിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്. ബൈ.